ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ കൊണ്ട് ഈ അനിമോളിലെയും ജീവൻ്റെയും കാര്യം എന്ന് പറയുന്നത്. ജീവനുണ്ടെങ്കിൽ ബിഗ് ബോസ് വന്നതിന് ശേഷം ഒരുപാട് പേരുണ്ടെങ്കിൽ അനിമോളെ പിന്നെ ഉണ്ടെങ്കിൽ അടിച്ച് താക്കാനുള്ള രീതിയിലാണ് പിന്നെയും തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. സാധാരണ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് അതിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുമുണ്ട് അവൾ. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തിലുണ്ടെങ്കിൽ ആൾക്കാർ കാര്യം അറിയാതാണ് ഇതേപോലെ ഉണ്ടെങ്കിൽ ജീവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ജീവൻ ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് നശിപ്പിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനുവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സമ്മതം പോലും ഇല്ലാതെ ദേഹത്തൊക്കെ തട്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എവൻ്റെ ജീവിതം അനിമോൾ നശിപ്പിച്ചതാണെങ്കിൽ അവനെന്തെങ്കിൽ അങ്ങോട്ട് പോത്ത പോലും ഇല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ അനിമോൾ ഉണ്ടെങ്കിൽ റൂമിനകത്തോട്ട് പോയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് പറയുന്നുണ്ട് എവനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം പൂശുന്നുണ്ട്, അവനുണ്ടെങ്കിൽ ഭയങ്കര പാവമാണ്, അനിമോളാണ് ഇത് കണക്ക് തെറ്റിയതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിട്ടിട്ട് പോകുന്നത് തന്നെയാണ്. അതിനുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവനുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിമോളിൽ നിന്ന് വിട്ടു പോകുന്നതായിരുന്നു. അതിന് പകരം അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നിട്ട് പോലും ഇത് കണക്ക് പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് വിശ്വസിക്കാൻ പാടുള്ള ഒരു കാര്യമാണ്.